43 സങ്കീർത്തനം 2 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ എൻ്റെ ശരണമായ ദൈവമല്ലോ, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതും എന്ത്? ഹല്ലേലൂയ. ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവത്തോടൊരു ഹൃദയബന്ധവും ആശ്രയവും പ്രാർത്ഥനയുമുള്ള ദൈവമക്കളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം. എന്തുകൊണ്ട് ഞാനിങ്ങനെ ദുഃഖിച്ചു നടക്കേണ്ടി വന്നു? എന്തുകൊണ്ട് ദൈവം എന്നെ തള്ളിക്കളഞ്ഞു? ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒരു മറുപടി തരും, അല്ലെങ്കിൽ ദൈവം ഒരു വിടുതൽ നൽകിത്തരും എന്ന് വലിയ പ്രതീക്ഷയിലിരിക്കുമ്പോഴും ഒരു നീക്കുപോക്കില്ലാതെ വീണ്ടും പ്രശ്നത്തിലാകപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാനായി എന്നോട് പറഞ്ഞ ദൂത്, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ തള്ളപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യം, നിങ്ങൾ കൈവിടപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യം ലോകത്തിന് മുമ്പിലാണ്, പക്ഷെ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കൈവിടപ്പെടുന്നില്ല. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവികമായ മറ്റൊരു ഉയർച്ചയുടെ പദ്ധതിയിലേക്കും വഴിയിലേക്കും ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിലവിളിച്ച് കരയാണ് ഗോൽഗോഥായിൽ വെച്ച്. ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? ഗോൽഗോഥായിൽ നിന്ന് യേശു ക്രൂശിൽ കിടക്കുമ്പോഴാണ് നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? യേശു ഗോൽഗോഥായിൽ വെച്ച് പ്രാർത്ഥിച്ചത്, ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ. എന്നാൽ ക്രൂശിൽ വെച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 27-46 വാക്യത്തിലുണ്ട്, തള്ളിക്കളഞ്ഞത് എന്ത്? പക്ഷെ നമുക്കറിയാം, ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം ആ ക്രൂശീകരണത്തിന് അപ്പുറത്തേക്ക് ദൈവം കൊടുത്ത ഉയർപ്പും, ദൈവം ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായപ്പോൾ ദൈവം അവനെ ഏറ്റവും ഉയർത്തി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലൊക്കെയും മടങ്ങും ആ നാമത്തിന് മുമ്പിൽ നിന്ന് ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അതേ പ്രിയമുള്ളവരെ, ചില മേഖലകളിൽ തള്ളപ്പെട്ടു, ദൈവം തള്ളിക്കളഞ്ഞല്ലോ, ദൈവം ഇടപെട്ടില്ലല്ലോ എന്ന് ആകുലപ്പെടുന്ന വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. കാരണം ആ വിഷയത്തിൽ നിങ്ങൾ കാണാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു ദൈവിക പദ്ധതിയിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. ഇതല്ലേ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ, അല്ലെങ്കിൽ അവരുടെ ബൈബിൾ കഥാപാത്രങ്ങളെ അടുത്തറിയുമ്പോൾ അവരും കടന്നുപോയ പ്രതിസന്ധി, പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും അകപ്പെട്ടു പോയവരല്ലേ അവരെല്ലാം. ഒരു പ്രശ്നത്തിലും അകപ്പെടാതെ നിന്നിട്ട് ദൈവം വലിയവനാണെന്ന് കീർത്തിച്ചവരായിട്ട്, അങ്ങനെ പറയേണ്ടി വന്നവരായിട്ടൊന്നും ആരുമില്ല. അവരെല്ലാം കഠിനമായ ശോധനയ്ക്ക് അകപ്പെട്ടു പോയവരാ, അകപ്പെട്ടു, അതിലൂടെ പോകേണ്ടി വന്നു. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവം എന്നെ തള്ളിക്കളഞ്ഞത് എന്ത്? ഞാൻ ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്ത് എന്ന് നമ്മൾ ആകുലപ്പെടുമ്പോൾ, നമ്മളെ ദൈവം അതിനെ അനുവദിച്ചല്ലോ, എന്താ ദൈവം അങ്ങനെ അനുവദിച്ചത് എന്ന് നമ്മൾ പരിതപിക്കരുണ്ട. ദൈവത്തിന് ഏതോ നാം പ്രതീക്ഷിക്കാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പദ്ധതി നമ്മളെ ഡൈവേർട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ദൈവം ചെയ്യുന്നുണ്ട്. ഈ പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. അതിന്റെ 13-ാമത്തെ അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ താഴോട്ട് വരുമ്പോൾ, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം അവര് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഫിലിസ്ത്യരുടെ ദേശത്തുകൂടി കടന്നു പോയാലാണ് പെട്ടെന്ന് കനാൻ ദേശത്തേക്ക് എത്താൻ പറ്റുന്നു എന്ന് വരികിലും അവരെ ചെങ്കടലരികെയുള്ള മരുഭൂമിയിലൂടെ ദൈവം ചുറ്റി നടത്തി എന്നൊരു വാക്യം എഴുതിയിട്ടുണ്ട്. ചുറ്റി നടത്തി. കാരണം അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ചുറ്റലുകൾ സംഭവിച്ചതും ചെങ്കടലിന്റെ മുമ്പിൽ കൂടെ പോകേണ്ടി വന്നു എന്ത്? അവിടെ നിലവിളിച്ചു, ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വരേണ്ടി വന്നു? മിസ്രയീമിൽ ഞങ്ങൾക്ക് ശവക്കുഴിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ പിറുപിറുക്കേണ്ടി വന്നു. എന്നാൽ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ ഫെലിസ്ത്യരെ കാണുമ്പോൾ, യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്തവർ, ഫെലിസ്ത്യരുടെ യുദ്ധമുറകളെ കണ്ടിട്ടില്ലാത്തവർ, യുദ്ധം കാണുമ്പോൾ തിരിച്ചു മിസ്രയീമിലേക്ക് പോകുമോ എന്ന് ദൈവം ചിന്തിച്ചിട്ടാണ് അവരെ ചെങ്കടലരികെയുള്ള മരുഭൂമിയിലൂടെ നടത്തിയത്. മാത്രമല്ല, ലോകത്തിൽ ഇന്നുവരെ കാണാത്ത
ചെങ്കടൽ തുറന്ന് ദൈവം അവരെ എത്തിക്കാൻ വഴി കരുതിയിട്ടുണ്ട്. അപ്പൊ ദൈവം ചില കാര്യങ്ങളിൽ കൈവിട്ടല്ലോ, ഇങ്ങനെ അകപ്പെട്ടു പോയല്ലോ, എന്റെ ദൈവം എന്താ ഇങ്ങനെ വിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാത്ത ചെങ്കടലിന്റെ അകത്തൂടെയുള്ള വഴി ദൈവം കരുതി വെച്ചിട്ടാണ് അതിനേക്കാൾ കടത്തിവിടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിരാശപ്പെട്ട് പിറുപിറുത്ത് നമ്മുടെ ദൈവാനുഗ്രഹം നഷ്ടമാക്കേണ്ട. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ആ മരുഭൂമിയിലും വഴിയുണ്ട്, ചെങ്കടലിലും സ്പെഷ്യലായിട്ടുള്ള വഴിയുണ്ട്. ഹല്ലേലൂയ. ഒരു വഴി മാനുഷികമായി അടഞ്ഞു എന്ന് കണ്ടാൽ എനിക്ക് പെട്ടെന്നൊരു പക്ഷേ കനാനിലെത്താൻ പറ്റുന്ന വഴി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ നനച്ചിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ദൈവം തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറയണ്ട. ദൈവം ആ വഴി അടച്ചു വെച്ചത് നിങ്ങൾ കാണാത്ത, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ വഴി ദൈവം കരുതി വെച്ചത് കൊണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെട്ട് പിറുപിറുത്ത് ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മൾ തള്ളിക്കളയരുതേ. നമ്മളത് പ്രാപിക്കുവാൻ സഹിഷ്ണുതയുള്ളവരായി തീരണം. ഹല്ലേലൂയ, ആമേൻ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കി കൈക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. തന്റെ മഹത്തായ നാമനിമിത്തം അവൻ കൈവിടുകയില്ല. ഹല്ലേലൂയ, ആമേൻ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയില്ലെന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, അതെ, തന്റെ ജനത്തെ അവൻ ഒരു നാളും കൈവിടുകയില്ല. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 6:37 വാക്യം, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പിതാവ് നമ്മളെ രക്ഷിക്കാനായി ആഗ്രഹിച്ച് യേശുവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിലേക്ക് നാം വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ യേശു ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. വഴി ദൈവത്തിൻ്റെ കയ്യിലാണ് ഉള്ളത്. ലോകത്തിലെ മനുഷ്യന്റെ കയ്യിലല്ല എൻ്റെ നിങ്ങളുടെയും ഭാവി, ദൈവത്തിന്റെ കയ്യിലാണ് ഉള്ളത്. ആ കയ്യിൽ എൻ്റെ ഭാവി സുരക്ഷിതമാണ്. ഹല്ലേലൂയ. യോശുവയോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതെ, ഉറച്ചു വിശ്വസിക്കുക, ദൈവം കൈവിടത്തില്ലെന്ന്. ആമേൻ. നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെ പോകാൻ പറ്റിയില്ലെങ്കിലും ദൈവം നമ്മളെ കൈവിടുന്നില്ല. ദൈവത്തിന് ബോധിച്ച ശ്രേഷ്ഠമായ വഴിയിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകും. നമുക്കൊരു നിമിഷം അത് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ വചനം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. നീ എന്നെ കൈവിട്ടത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്ത് എന്ന് ആകുലപ്പെടുമ്പോൾ, ഇല്ല കർത്താവേ, ഞങ്ങൾക്ക് അതിനകത്തൂടെ നിനക്ക് നിന്റെ വഴികളെ കാണിച്ചു തരും. ശ്രേഷ്ഠമായതും നന്മയായതും ഉന്നതമായതും നിന്റെ കയ്യിലൂടെ ഞങ്ങളത് വിശ്വസിക്കുന്നു. അത് മതി കർത്താവേ. നിന്റെ മക്കൾക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നുപോയിട്ടില്ലാത്ത ആ ശ്രേഷ്ഠമായ വഴിയിലൂടെ ചില മാനുഷികമായ എളുപ്പ വഴികളെ ദൈവം അടച്ചു വെച്ച് ദൈവികമായ വഴിയിലൂടെ തിരിച്ചുവിടുന്നതിനായി നന്ദി. അതിന് നന്ദി പറയുവാനും സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ വഴി തുറന്നു വരട്ടെ, ആ അത്ഭുതം തുറന്നു വരട്ടെ, വേഗത്തിൽ കാണട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഇതിന്റെ മക്കളുടെ ജീവിതത്തിൽ കാണും, അത്ഭുതം സംഭവിക്കും. നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.